ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു സൈറ്റിലാണ്. ഇവിടെ ഇന്ന് ഇവർ ജിപ്സം സീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു റെസിഡൻസ് ഏകദേശം 2300 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. ഞാൻ പൊതുവെ എൻ്റെ വർക്കിലൊന്നും ജിപ്സം സീലിങ്ങിനുള്ള സാധ്യത ഒഴിച്ചു വിടാറില്ല. ഞാൻ ലൈറ്റ്സ് ആണെങ്കിലും പോയിൻറ്റ്സ് ആണെങ്കിലും എല്ലാം സീലിംഗിൽ തന്നെ കൺസീൽ ചെയ്യാൻ ശ്രമിക്കാറ്. ഇവിടെ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ജിപ്സം സീലിംഗ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് കുഴപ്പമില്ലാതെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അതായത് ഇനി ആർക്കെങ്കിലും ജിപ്സം സീലിംഗ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഐഡിയ വെച്ച് നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ റെസിഡൻസിൻ്റെ ലിവിങ് റൂമാണ്. അപ്പോൾ ഞാനിതിൻ്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞു തുടങ്ങാം. ഈ ജിപ്സം സീലിങ്ങിൻ്റെ പാർട്സൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ മെയിൻലി കാണുന്നതെല്ലാം ജിപ്സം ബോർഡ്സാണ്. അതിൽ ഗ്രൂ ഇട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഈ സെക്ഷൻസ് ഉണ്ട്, ഈ MS സെക്ഷൻസ്. ഇത് സെക്ഷൻ എന്ന് ഇവർ നോർമലി പറയും. ഇത് പെരിമീറ്ററാണ്. ഈ പെരിമീറ്ററിലോട്ട് പോകുന്ന ഈ സാധനത്തിന് ഈ സി പോലെ കാണുന്നത് ഇൻ്റർമീഡിയറ്റ് ആണ്. പിന്നെ നമുക്കുള്ളത് ഈ ഹാങ്ങേഴ്സാണ്. ഇതിന് എൽ ആംഗിൾ എന്നാണ് ഇവർ പറയുക. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സി സെക്ഷൻ ഉണ്ട്, അതായത് ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, പെരിമീറ്റർ ഉണ്ട്, സെക്ഷൻ ഉണ്ട്, എൽ ആംഗിൾ ഉണ്ട്. അത് വെച്ച് അവർ എൽ ആംഗിൾ വെച്ചിട്ട് ബാക്കിയെല്ലാം കണക്ട് ചെയ്തിട്ട് അത് സീലിങ്ങിലോട്ട് സ്ക്രൂ ചെയ്ത് ചേർക്കും. നിങ്ങൾക്കത് കാണാൻ കഴിയും അവിടെ. പിന്നെ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇട്ട് വെച്ച വയറിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവും. അത് പതിയെ ഒരു പൈപ്പ് വഴി പുറത്തെടുക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കോവ് ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റൊക്കെ വെക്കണമെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ആ വയറിലൂടെ കണക്ഷൻ എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും നമ്മളിത് ആദ്യമേ സ്വിച്ചസിൻ്റെ പോയിൻറ്റ്സ് ഡിസൈഡ് ചെയ്ത് വെക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ പ്രൊജക്ട്സിൽ പൊതുവെ ജിപ്സം സീലിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. അത് അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആ പോയിൻറ്റ്സ് ഒക്കെ ആദ്യമേ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു സിമ്പിൾ ജിപ്സം സീലിംഗ് ആണ്. നിങ്ങൾക്ക് മുകളിൽ കണ്ടാൽ മനസ്സിലാവും. ഇതിന് ആകപ്പാടുള്ളത് മുകളിൽ ഞാൻ വെച്ച ഫാൻ പോയിൻ്റ് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കോവ് ലൈറ്റിനുള്ള ലൈറ്റ് പോയിൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ തന്നെ വിചാരിച്ച ആ ഒരു ഇഫക്റ്റ് റൂമിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഫ്രെയിം വർക്ക് ഇതിനുള്ളിലുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇവർ ജിപ്സം ഷീറ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക. ഈ റൂമിലും നമ്മൾ ഒരു മിനിമൽ രീതിയിലുള്ള ജിപ്സം സീലിംഗേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വേണമെങ്കിൽ ഇത് വീടിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ ഗുണം എവിടെ വരുമെന്ന് വെച്ചാൽ, മുകളിൽ ഭയങ്കര ഹീറ്റായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബും അതിനടിയിൽ ഒരു എയർ ഗ്യാപ്പ് വിട്ടിട്ട് ജിപ്സം സീലിംഗ് ഉണ്ടെങ്കിൽ ചൂട് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ എനിക്കത് അത്ര വലിയ ഇഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ മിനിമൽ കവേർഡ് സീലിങ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ, അതായത് ജിപ്സം സീലിങ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് ഇവർ. അപ്പോൾ ഇവർ ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ടത് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ഇപ്പം നമുക്ക് ആ ഒരു പകുതിക്ക് നിൽക്കുന്ന സ്റ്റൈൽ വർക്ക് കാണാൻ പറ്റും. ആ ഫ്രെയിം വർക്ക് നമുക്ക് അവിടെ കാണുന്നുണ്ട്. പിന്നെ ജിപ്സം സീലിംഗ് ഫിറ്റ് ചെയ്ത ഭാഗം കാണാൻ കഴിയും. ആ വയറിൻ്റെ പോയിൻറ്റ്സ് അവർ മുകളിൽ നിന്ന് ആ പൈപ്പിലൂടെ എടുത്ത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഈ ഒരു സ്റ്റെയർകേസ് റൂമിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ ആ പറഞ്ഞ സെക്ഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഓൾറെഡി. ആദ്യം ചെയ്യുന്നവർ ഈ സെക്ഷൻസ് അടിച്ചു വെക്കും. അതിന് ശേഷമാണ് അവർ ജിപ്സം ബോർഡ് സ്ക്രൂ ചെയ്ത് ചേർക്കുക. ഇതിന് ഏകദേശം കോസ്റ്റ് വരുന്നത് ഒരു 80 to 90 rupees per square feet എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇത്രയും കണ്ടതിന് താങ്ക്സ്. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.